നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹിദേവേ നമഃ. വരാഹിദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹിദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. പഞ്ചമി തിഥി അപ്ഡേറ്റ് പറയാം. വരുന്നത് വളർപ്പിറ പഞ്ചമി. 30-ാം തീയതിയാണ് പഞ്ചമി തിഥി വരുന്നത്. 29-ാം തീയതി ഞായറാഴ്ച 7 മണിയോടുകൂടി പൂജ വഴിപാട് എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. അതിനുശേഷം വരുന്ന പേരുകൾ എടുക്കാൻ ഒക്കത്തില്ല. നമ്മുടെ വീഡിയോസ് തുടർച്ചയായി കാണുന്നവർക്ക് അറിയാം എങ്ങനെയാണ് പേരുകൾ കൊടുക്കേണ്ടത്, പഞ്ചമി തിഥിക്ക് പൂജ വഴിപാട് എന്നിവ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെ പറ്റി. എന്നാൽ പുതുതായി വീഡിയോ കാണുന്നവർക്ക് എങ്ങനെ പേര് കൊടുക്കണം എന്നുള്ള ഫോർമാലിറ്റീസ് അറിയില്ല. ഞങ്ങൾക്കും പേരുകൾ കൊടുക്കണം, ഞങ്ങൾക്കും അറിയണം അങ്ങനെയെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ്. ആദ്യം എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കൊള്ളുക. വേണ്ടും പക്ഷത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. അങ്ങനെ പേരുകൾ കൊടുക്കുന്നവര് പേര്, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ഥലം ഇത് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ പ്രോബ്ലം, എന്തിനു വേണ്ടി പ്രേ ചെയ്യണം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടോളുക. ഇന്ന് ആഷാഢ നവരാത്രി 2ാമത്തെ ദിവസം, ദ്വിതീയ. ധർമ്മശക്തി രൂപത്തിൽ വരാഹി അമ്മയെ കാണാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എന്താച്ചാല് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ. നിറയെ പേർക്ക് ഡൗട്ട് ഉള്ളത് വരാഹി അമ്മയെ പ്രാർത്ഥിച്ച് പൂജ ചെയ്യുന്നവർക്ക് റൂൾസ് ഇരിക്കുന്നുണ്ട്, ഇന്ന എല്ലാം ചെയ്യണമെന്നുള്ളത്. ഏതും റൂളില്ലാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, പൂജയൊന്നും ചെയ്യാതെ ടൈം ഉള്ളതുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാട്, അമ്മയ്ക്കുള്ള പ്രാർത്ഥന പറഞ്ഞു തരാമോ എന്ന് നിരവധി സഹോദരിമാരുടെ മെസ്സേജസ് എനിക്ക് വന്നിരുന്നു. സോ ഇന്നത്തെ പതിവ് അതിനെക്കുറിച്ചാണ്. നിങ്ങൾ യാതൊരു റൂൾസും ഇല്ലാതെ, ഏതും ചെയ്യാതെ ചുമ്മാ സാധാരണമായി ഈ ഒരു വിഷയത്തെ നിങ്ങൾ പറഞ്ഞാലേ മതി. അത് എന്താണ് ആ വിഷയം എന്ന് നോക്കാം. വന്നോളൂ, നമുക്ക് വീഡിയോയ്ക്കുള്ളിലേക്ക് പോകാം. അതിനു മുന്നേ ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. ഇന്ന് ദ്വിതീയ, ആഷാഢ നവരാത്രി 2nd ഡേ. അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായിട്ട്, അതായത് ഭയങ്കര ഹാപ്പി ആയിട്ട് അമ്മ ഇരിക്കുന്ന ദിവസം. നവരാത്രി എന്നാല് നേരം ഇരുട്ടിയതിന് ശേഷം ഒത്തിരി ആഘോഷമായി കൊണ്ടാടുന്നത്. ജോലിക്കെല്ലാം പോയിട്ട് വന്ന് റിലാക്സ്ഡ് ആയിട്ട് അമ്മയെ പൂജ ചെയ്ത് പ്രാർത്ഥിച്ചോളുക. ആഷാഢ നവരാത്രിയെ കുറിച്ച് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിരുന്നു, അത് കാണാത്തവര് പോയി കണ്ടോളുക. അതിൽ വന്നിട്ട് റൂൾസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. പീരീഡ്സ് ആയിരിക്കുമ്പോൾ പാടില്ല, നോൺ വെജ് കഴിച്ചിരിക്കുമ്പോൾ പാടില്ല, അങ്ങനെ കുറെ റൂൾസ് ഉണ്ട് അതിനകത്ത്. ഇപ്പോൾ നിറയെ പേര് റൂൾസ് ഒന്നും ഇല്ലാതെ ഒരു വീഡിയോ ചെയ്യാമോ, അങ്ങനെ എന്തെങ്കിലും മന്ത്രമോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ച് എനിക്കൊത്തിരി മെസ്സേജസ് വന്നിരുന്നു. റൂൾസ് ഇല്ലാതെ സാധാരണ എങ്ങനെ ചൊല്ലുന്നുവോ അതുപോലെ ചൊല്ലിയിട്ട് പോണം. ഇപ്പോൾ ഓഫീസിലിരുന്നാലും അത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് പോലെ, അങ്ങനെ എന്തെങ്കിലും മന്ത്രമോ വഴിപാടോ ഇരുന്നാല് പറഞ്ഞു തരൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. വരാഹി അമ്മയുടെ ശക്തിയാർന്ന ഒരു മന്ത്രം, ഭയങ്കര പവർഫുള്ള്. ഇത് വന്നിട്ട് നിങ്ങൾ സാധാരണമായി പറയുന്നത് പോലെ പറയാം, ശരിയാ? ഈ മന്ത്രം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം. ഏത് റൂൾസും ഇതിന് ഇല്ല. നിങ്ങൾക്ക് ഏത് സിറ്റുവേഷനിൽ ഇരുന്നാലും ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്.
പീരീഡ്സ് ആയാലും ചൊല്ലാം, നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിച്ചിട്ടും ചൊല്ലാം. റൂൾസ് എതും ഇല്ല. സിമ്പിളായിട്ട് ചൊല്ലാൻ പറ്റുന്ന ഒരേ ഒരു വരി മന്ത്രം, ഒറ്റ വരി മന്ത്രം. അത്രയ്ക്കും ഒരു പവർ ഇരിക്കുന്നത്. അതായത് ആപത്ത് കാലത്ത് നമ്മൾ ഇരിക്കുന്നു, തലയ്ക്ക് മേലെ പ്രശ്നം പോയിട്ടേയിരിക്കുന്നു, എനിക്ക് എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ കിട്ടണം, അങ്ങനെയുള്ളവർക്ക് ഈ മന്ത്രത്തെ ചൊല്ലാം. നിങ്ങൾ വജ്രഘോഷം എങ്ങനെ ചൊല്ലുന്നുവോ, ദാറ്റ് മീൻസ് വജ്രഘോഷം ചൊല്ലിയാൽ ഉടനടി അമ്മ ഓടി വന്ന് സഹായിക്കുന്നു എന്നല്ലേ, അതുപോലെ തന്നെയാണ് ഈ മന്ത്രവും. ഒരു ഒറ്റവരി മന്ത്രം, അത്രയ്ക്കും പവറുള്ളത്. ഇത് നിങ്ങൾ അറിഞ്ഞു വെച്ചോളുക. പല വകയിലും നിങ്ങൾക്ക് ഇത് യൂസ് ആകും. ഇപ്പോൾ ഈ മന്ത്രം ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വൺ ടൈം ചൊല്ലിയാലേ നിങ്ങൾക്കിത് മനഃപ്പാഠമാകും. അങ്ങനെ ഒരു വിഷയമാണിത്. ഇതാണ് മന്ത്രം. നിങ്ങൾ നോട്ട് ചെയ്ത് വച്ചോളുക. നോക്കൂ. ഭക്താനാം അഭയപ്രദായ നമഃ. ഭക്താനാം അഭയപ്രദായ നമഃ. ഭക്താനാം അഭയപ്രദായ നമഃ. ശരിയാ? ഇത്രയേ ഉള്ളൂ. ഒത്തിരി ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ്. നമ്മൾ വലിയ വലിയ പ്രശ്നത്തിലിരിക്കുമ്പോൾ, വേദനയിലിരിക്കുമ്പോൾ, നമ്മൾക്ക് ഓപ്പൺ ആയിട്ട് ആരോടും പറയാൻ പറ്റാത്ത ഒരു വിഷയം, അത് പോയി നമ്മൾ ആരോട് പറയും? വരാഹി അമ്മനോട് പറയും. ദൈവത്തിനോടല്ലേ നമുക്ക് എല്ലാം പറയാൻ പറ്റുള്ളൂ. നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഭാരങ്ങളും, വേദനകളും, സന്തോഷവും എല്ലാം ഇറക്കി വെക്കുന്നത് ദൈവത്തിന് മുന്നിലാണല്ലോ. നമ്മളെല്ലാം ഓപ്പൺ ആയിട്ട് അമ്മയോട് പറയുമല്ലോ. അപ്പോൾ നമ്മുടെ കണ്ണീര് തുടയ്ക്കാൻ, നമ്മുടെ കഷ്ടത്തിന് ഒരു വഴി കാട്ടാൻ ഈ മന്ത്രം ഉപകരിക്കും. ഏത് സിറ്റുവേഷനിൽ ഇരുന്നാലും നിങ്ങളിത് മനസ്സാലെ ഭക്തിയോടെ പറഞ്ഞു നോക്കിക്കോളൂ. ഇരിക്കുന്ന ഇടത്തിലിരുന്ന് ഒരു ഇൻസ്റ്റന്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. തീർച്ചയായിട്ടും അതിൽ യാതൊരു സംശയവും വേണ്ട. വജ്രഘോഷം എങ്ങനെയാണോ എഫക്റ്റ് ആയിട്ട് ഇരിക്കുന്നത്, അതുപോലെ എഫക്റ്റ് ആയിട്ടുള്ള ഒരു ഒറ്റവരി മന്ത്രമാണിത്. ഇത് വന്നിട്ട് 9 ദിവസം, നവരാത്രിയില്, ആഷാഢ നവരാത്രിയില് 9 ദിവസം തീരും വരെയും നിങ്ങൾക്ക് ചൊല്ലാം. അതിനുശേഷവും നിങ്ങൾക്ക് ചൊല്ലാം. ഒരു കഷ്ടം സിറ്റുവേഷൻ ഇരിക്കുന്നു, അപ്പോൾ ഉടനെ ഇത് നിങ്ങൾ ചൊല്ലിക്കൊള്ളുക. നേരവും കാലവും ഒന്നും നോക്കണ്ട, രാത്രിയൊന്നും നോക്കണ്ട, പകലൊന്നും നോക്കണ്ട, ഒന്നും നോക്കണ്ട. നിങ്ങൾ എത്ര സമയം നിങ്ങൾക്കിത് ചൊല്ലാൻ പറ്റുമോ അത്രയും തവണ നിങ്ങൾ ചൊല്ലിക്കൊള്ളുക. 100 തവണ പറ്റുമെങ്കിൽ 100 തവണ അത് ചെയ്യുക. എന്നാൽ 9 തവണയെ എനിക്കത് പറ്റുള്ളൂ, ഓക്കെ, അത് മതി, 9 തവണ ചൊല്ലുക. എന്നാൽ എനിക്ക് 1 തവണയേ ചൊല്ലാൻ പറ്റുള്ളൂ. പക്ഷെ ആ 1 തവണ ഈ ഞാൻ ചൊല്ലുന്നത് വിശ്വാസത്തോടു കൂടി ആയിരിക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? 1 നിമിഷം ചൊല്ലിയാലും ഇതിന് ബലം 100% ഉറപ്പ്. 1 നിമിഷം മതി. നിങ്ങള് വജ്രഘോഷം എന്നാല് 1 നിമിഷം ചൊല്ലിയിട്ട് ഏതൊരു കാര്യം തുടങ്ങിയാലും സക്സസ് ആവുമല്ലോ. അത് നിറയെ പേര് സാക്ഷ്യം വെക്കുന്നത് പരമമായ ഒരു സത്യം, 100ൽ 100 സത്യം. ഡെയിലി നിങ്ങൾ 1 നിമിഷം നവരാത്രി തീരും വരെ നിങ്ങൾ ചൊല്ലാൻ പറ്റുമേല് ഡെയിലിയും നിങ്ങൾ 1 മിനിറ്റ് ഈ മന്ത്രം ചൊല്ലിക്കൊള്ളുക. അത് കഴിഞ്ഞും നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നവര് ചൊല്ലിക്കൊള്ളുക. ഒരു വലിയ മാറ്റത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. നിറയെ പേര് ചോദിച്ചിരുന്നതിനാല് ഈ ഈസി മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാല് നിങ്ങൾ എനിക്കൊരു ലൈക്ക് തരണേ. മാത്രമല്ല ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങളുടെ ഗ്രൂപ്പ്സുകളിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.